ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. അതിൽ പങ്കെടുക്കുക എന്നത് പല സെലിബ്രിറ്റികളും തങ്ങളുടെ അഭിമാനമായി കരുതുന്നു. പുതിയ ട്രെൻഡും ഫാഷനും ഒക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേദിയാണ് കാൻ ഫെസ്റ്റിവൽ വേദി. ഇന്ത്യൻ സെലിബ്രിറ്റികളും ലോക സെലിബ്രിറ്റികളും അങ്ങനെ എല്ലാ സെലിബ്രിറ്റികളും അവരുടേതായ ഫാഷൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ ചുവടുവെക്കുമ്പോൾ അവർ സത്യത്തിൽ അഭിമാനം കൊള്ളുക തന്നെയാണ്. അതിൽ പങ്കെടുക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ നടിയും മോഡലുമായ രുചി ഗുജ്ജാറാണ് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അവർ ശ്രദ്ധ പിടിച്ചുപറ്റിയത് തൻ്റെ വസ്ത്രധാരണം കൊണ്ട് മാത്രമായിരുന്നില്ല. അവർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അണിഞ്ഞിരുന്ന മാലയുടെ കാര്യത്തിലായിരുന്നു. അതിൽ നരേന്ദ്രമോദിയുടെ മുഖമുള്ള പെൻഡന്റുകളുള്ള മാലയാണ് അവർ ധരിച്ചിരുന്നത്. തനിക്കിത് വെറും ഒരു മാലയല്ലെന്നും പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനവും ആദരവുമാണ് ഇത്തരമൊരു മാലയിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതെന്നും താരം പറയുന്നു. അഭിനേത്രിയും മോഡലുമായ രുചി ഗുജ്ജാർ പരമ്പരാഗത രാജസ്ഥാനി മോട്ടിഫുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത മാലയിൽ മോദിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. മോദിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പെൻഡന്റുകളായിരുന്നു സവിശേഷത. ഇത് ഉടനെ തന്നെ ലോകമെങ്ങും വൈറലായി. ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്ന ദുപ്പട്ടയിലെ എംബ്രോയിഡറിക്കും കണ്ണാടി വർക്കുകൾക്കും അപ്പുറം മോഡി പെൻഡന്റുകൾ ശ്രദ്ധ പിടിച്ചുപറ്റി. നെക്ലസ് കേവലം ആഭരണം മാത്രമല്ല, കാഴ്ചപ്പാടിന്റെയും ലോകവേദിയിലെ ഇന്ത്യയുടെ ഉയർച്ചയുടെയും പ്രതീകമാണ്. കാനിൽ ഇത് ധരിച്ചതിലൂടെ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ച പ്രധാനമന്ത്രിയെ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് രുചി ഗുജ്ജാർ ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു. ഈ ദുപ്പട്ട ധരിക്കുമ്പോൾ രാജസ്ഥാന്റെ ആത്മാവിനെ വരയ്ക്കുന്നത് പോലെ തോന്നിയെന്നും അവർ പറയുന്നു. പ്രധാനമന്ത്രി മോദി ലോകമെങ്ങും ഇന്ത്യയുടെ പ്രതിച്ഛായ പുനർനിർവചിച്ചിരിക്കുകയാണ്. ആ അഭിമാനം എന്നോടൊപ്പം കാനിലെത്താൻ ഞാൻ ആഗ്രഹിച്ചു. ഈ നെക്ലസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനുള്ള എന്റെ ആദരവാണെന്ന് അവർ പറഞ്ഞു. ജയ്പൂരിലെ മഹാറാണി കോളേജിൽ നിന്ന് ബിരുദം നേടിയ രുചി ഗുജ്ജാർ പിന്നീട് മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു. ഇപ്പോൾ മോഡലിംഗും അഭിനയവുമാണ് അവരുടെ മുഖ്യ കരിയർ. അവർ 2003 മിസ് ഹരിയാനയുമായിരുന്നു. രുചി ഗുജ്ജാർ ധരിച്ച ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യത്തെ എടുത്തു കാണിക്കുന്ന ലെഹങ്ക ഡിസൈൻ ചെയ്തത് ഡിസൈനർ രൂപ ശർമ്മയാണ്. സ്വർണ്ണ നിറത്തിലുള്ള ലെഹങ്കയ്ക്കൊപ്പം രാജസ്ഥാന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ദുപ്പട്ട കൂടിയായപ്പോൾ രുചി രാജകുമാരിയെ പോലെ തിളങ്ങിയെന്ന് ആരാധകർ പറയുന്നു. മുൻപും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രകടനങ്ങളിലൂടെ ചിലർ തിളങ്ങിയിട്ടുണ്ട്. 2024 കാൻ ഫെസ്റ്റിവലിൽ തിളങ്ങിയത് മലയാളത്തിന്റെ സ്വന്തം നടി കനി കുസൃതിയാണ്. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തണ്ണിമത്തൻ ബാഗുമായാണ് അവർ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. ഇങ്ങനെ ആഭരണങ്ങളിലൂടെയും ഫാഷനിലൂടെയുമൊക്കെ സ്വന്തം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന താരങ്ങൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പോൾ വളരെ വർദ്ധിച്ചു വരികയാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.